നമ്മള് ഓൺലൈനിൽ എന്ത് ഷെയർ ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ടല്ലേ? പക്ഷേ നമ്മൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പിന്നിലെ സൈക്കോളജി എന്തായിരിക്കും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. എപ്പോഴായിരുന്നു നിങ്ങൾ മറ്റാരെയും കാണിക്കാനല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു നിമിഷം ആസ്വദിച്ചത്? ഒരു നല്ല ചായ കുടിക്കുമ്പോഴോ ഒരു യാത്ര പോകുമ്പോഴോ ആ ഒരു മൊമെന്റ് അത് നിങ്ങളുടേത് മാത്രമായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമല്ലേ? പക്ഷേ സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആത്മവിശ്വാസമുള്ള ആളുകൾ പലപ്പോഴും ഓൺലൈനില് ഭയങ്കര സൈലന്റ് ആയിരിക്കും. ഇതിനർത്ഥം അവരെ ജീവിതം ആസ്വദിക്കുന്നില്ല എന്നല്ല, മറിച്ച് അവരുടെ സന്തോഷത്തിന് മറ്റൊരാളുടെ ലൈക്കിന്റെയോ കമന്റിന്റെയോ ആവശ്യമില്ല എന്നതാണ് സത്യം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിലെ ജീവിതം എങ്ങനെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നോക്കാം. ഈ ഓൺലൈൻ ലോകം നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മളിൽ പലരും അറിയാതെയെങ്കിലും രണ്ട് ജീവിതം ജീവിക്കുന്നുണ്ട്, അല്ലേ? ഒന്ന് ഓൺലൈനിൽ കാണിക്കാൻ വേണ്ടിയുള്ളത്, നൂറുകണക്കിന് ഫിൽറ്ററുകളിട്ട് പെർഫെക്റ്റ് എന്ന് തോന്നിക്കുന്ന ഒരു ലൈഫ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ ശരിക്കുള്ള ജീവിതം. അവിടെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാ കുറവുകളുമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്തവർക്ക് ഈ ഒരു തലവേദനയില്ല. അവർക്ക് അവരായിട്ട് തന്നെ ജീവിക്കാൻ കഴിയുന്നു. അപ്പോ ഈ പറയുന്ന യഥാർത്ഥ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അത് പുറത്തുനിന്നുള്ള ലൈക്കുകളിൽ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതിന്റെ ആ ഒരു രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്റേണൽ വാലിഡേഷൻ, ഇതാണ് ആ സീക്രട്ട്. സംഭവം സിമ്പിളാണ്. മറ്റൊരാളുടെ ലൈക്കിനോ കമന്റിനോ വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് തന്നെ ഒരു സംതൃപ്തി കണ്ടെത്തുക. നിങ്ങളൊരു കാര്യം ചെയ്തു, അത് നന്നായി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു ഫീലില്ലേ, അതിന് വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇതിലേറ്റവും വലിയൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോലെടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു ലൈക്ക് കുറഞ്ഞാൽ മതി, നമ്മുടെ കോൺഫിഡൻസ് പോയി. എന്നാൽ ഈ ആന്തരികമായ കരുത്തുള്ളവർ ആ താക്കോൽ ഭദ്രമായി സ്വന്തം കയ്യിൽ തന്നെ വെക്കും. ഈ ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല കൃത്യമായ ബൗണ്ടറികൾ ഉണ്ടാകും. അവർക്കറിയാം എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒന്നല്ല എന്ന്. എന്ത്, എവിടെ, ആരോട് പറയണം എന്നതിനൊരു കൺട്രോൾ അവർക്കുണ്ടാകും. ഇത് ശരിക്കും നമ്മുടെ ആവശ്യമില്ലാത്ത ടെൻഷൻ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു തരം സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗം കൂടിയാണ്. ശരി, ഇനി അടുത്തത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കുന്നത് നമ്മുടെ റിയൽ ലൈഫിലെ ബന്ധങ്ങളെ എങ്ങനെയാണ് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതെന്ന് നോക്കാം. ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റഗ്രാം തുറക്കുന്നു, സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോ ദാ കാണുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് യൂറോപ്പിൽ അടിച്ചു പൊളിക്കുന്ന ഫോട്ടോ. കുറച്ചുകൂടി താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വേറൊരാൾ പുതിയ കാർ വാങ്ങിയതിന്റെ സ്റ്റോറി. ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, ലൈഫ് ആഘോഷിക്കുകയാണ്. അവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ചോദ്യം വരും: എന്റെ ജീവിതത്തിന് മാത്രം എന്താ ഒരു രസമില്ലാത്തതെന്ന്? സത്യത്തിൽ നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തൊരു ഹൈലൈറ്റ് റീലാണ്. അത് കണ്ട് നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് വിഷമിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഈ ഒരു മത്സര ഓട്ടത്തിൽ നിന്ന് മാറി നടക്കുകയാണ്. അവർക്ക് ഫാമിലിയോടും ഫ്രണ്ട്സിനോടും സംസാരിക്കാൻ കൂടുതൽ സമയം കിട്ടും. ഒരാളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ ഫോണിലായിരിക്കില്ല. ആ നിമിഷത്തിൽ, ആ സംഭാഷണത്തിൽ തന്നെ ആയിരിക്കും. അതായത് ബന്ധങ്ങളുടെ എണ്ണത്തേക്കാൾ അതിന്റെ ക്വാളിറ്റിക്ക്, അതിന്റെ ആഴത്തിന് അവർ കൂടുതൽ വില കൊടുക്കുന്നു. ജീവിതത്തിലെ നിമിഷങ്ങളെ ക്യാമറയിൽ പകർത്തുന്നതും അത് നമ്മൾ ശരിക്കും ജീവിച്ചു തീർക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്കതിനെപ്പറ്റി കുറച്ചുകൂടി സംസാരിക്കാം. ഇവിടെ ഞാൻ എന്റെ പേഴ്സണലായ ഒരു അനുഭവം പറയാം. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. പണ്ട് ഞാനും ട്രാവൽ വ്ലോഗ് ചെയ്യുമായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഷൂട്ട് ചെയ്യുന്നതിന്റെയും എഡിറ്റ് ചെയ്യുന്നതിന്റെയും എന്ത് പറയണമെന്ന് ആലോചിക്കുന്നതിന്റെയും ഒക്കെ ഇടയിൽ ആ യാത്രയുടെ ശരിക്കുള്ള ഒരു ഫീൽ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ വ്ലോഗിംഗ് നിർത്തിയതിനു ശേഷമാണ് ഓരോ യാത്രയും അതിന്റെ മുഴുവൻ അർത്ഥത്തിലും ആസ്വദിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭംഗിയുള്ളൊരു ജീവിതം ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നമുക്ക് ജീവിക്കാൻ സുഖം തോന്നുന്ന ഒരു ഫീലുള്ള ഒരു ജീവിതം ഉണ്ടാക്കുന്നത്. ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഒരു സംശയം വരും. ശരി, എങ്ങനെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ കൺട്രോൾ തിരികെ നമ്മുടെ കയ്യിലേക്ക് തന്നെ കൊണ്ടുവരുന്നത്? നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്: സെൽഫ് കോൺഗ്രുവന്റ് ലിവിംഗ്. സിംപിളായി പറഞ്ഞാല്,
മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് റിയാക്ഷൻ കിട്ടും എന്നൊന്നും നോക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇതിട്ടാൽ എത്ര ലൈക്ക് കിട്ടും എന്നതിനേക്കാൾ ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടോ, എനിക്ക് കംഫർട്ടബിൾ ആണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്ന ആ ഒരു രീതി. ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ എടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാം. ആ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധികം പോസ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ചില പ്രത്യേക കഴിവുകളുണ്ട്. ഒന്ന്, വൈകാരികമായൊരു സ്വാതന്ത്ര്യം. മറ്റൊരാൾ വന്ന് കൊള്ളാം എന്ന് പറയാതെ തന്നെ സന്തോഷമായിരിക്കാനുള്ള കഴിവ്. 2, ഈ ഡിജിറ്റൽ ലോകത്തെ ബഹളങ്ങളൊന്നുമില്ലാതെ നല്ല തെളിമയോടെ ചിന്തിക്കാനുള്ളൊരു മനസ്സ്. പിന്നെ 3, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടാത്ത ആ ഒരു ആഴത്തിലുള്ള ആത്മവിശ്വാസം. ഇതൊന്നും ചെറിയ കാര്യമല്ല, ഇതെല്ലാം നിങ്ങളുടെ വലിയ സ്ട്രെങ്താണ്. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ശരിക്കും സന്തോഷം തരുന്നതുകൊണ്ടാണോ, അതോ മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണോ? ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കൃത്യമായി കാണിച്ചു തരും.